1099 ജൂലൈ 15-ന് ക്രൂസൈഡേഴ്സ് ഫലസ്തീൻ പിടിച്ചടക്കിയതോടെ ജെറുസലേം ക്രൂസൈഡേഴ്സ് അധീനതയിലായി. പോപ്പ് അർബൻ രണ്ടാമൻ മുസ്ലിങ്ങളിൽ നിന്ന് ജെറുസലേം തിരിച്ചെടുക്കാനുള്ള യുദ്ധത്തിൽ ജെറുസലേമിൻ്റെ ഏതാണ്ട് എല്ലാ നിവാസികളെയും ക്രൂരമായി കൊലപ്പെടുത്തി. അൽ അഖ്സ മസ്ജിദുകൾ ക്രൂസൈഡേഴ്സ് കൈകളിലേക്ക് പിടിച്ചെടുത്ത ടെംപ്ലം ഡൊമിനി, ടെംപ്ലം സെലോമോണിസ് എന്നീ പേരുകളിലേക്ക് മാറ്റി. ഈജിപ്ഷ്യൻ വസീറായി സ്ഥാനമേറ്റതോടെ ജെറുസലേം തിരിച്ചുപിടിക്കാനുള്ള ദൗത്യം എത്തിപ്പെട്ടത് സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയുടെ കൈകളിലാണ്. ഈജിപ്ഷ്യൻ വസീറായതിനു ശേഷം സലാഹുദ്ദീൻ അയ്യൂബി അബ്ബാസിദ് ഖിലാഫത്തിനോടുള്ള ലയനം പ്രഖ്യാപിച്ചു. ഈ സമയത്ത് സലാഹുദ്ദീൻ ക്രൂസൈഡേഴ്സ് കിങ് റീജന്റ് റേമണ്ട് മൂന്നാമനുമായി ഒരു ഉടമ്പടി അംഗീകരിച്ചിരുന്നു. ഇത് അദ്ദേഹത്തിന് അന്തിമമായി മുസ്ലിം ഭരണകൂടങ്ങളെ തൻ്റെ ഭരണത്തിന് കീഴിൽ ഏകീകരിക്കാൻ ആവശ്യമായ സമയം നൽകി. മക്കയെയും മദീനയെയും ആക്രമിക്കുന്നതിലൂടെ ക്രൂസൈഡേഴ്സ് ഉടമ്പടി തകർത്തതോടെ സലാഹുദ്ദീൻ അയ്യൂബി യുദ്ധത്തിന് തയ്യാറായിരുന്നു. അദ്ദേഹത്തിൻ്റെ അഗാധമായ യുദ്ധതന്ത്രങ്ങളിൽ വീഴുകയായിരുന്നു കുരിശുപട. സലാഹുദ്ദീൻ അയ്യൂബി ഇതിലൂടെ ജെറുസലേമിനെ മോചിപ്പിക്കുകയായിരുന്നു.